വിളപ്പിൽ പഞ്ചായത്തിലെ ചെറുകോട് വാർഡിൽ ഉൾപ്പെടുന്ന കൊച്ചുകുറക്കാട് പ്രദേശത്തുണ്ടായ തർക്കം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് നാട്ടുകാർ. 1.25 മീറ്റർ വീതിയുള്ള പൊതു നടപ്പാത ചിലർ 7 വർഷം മുമ്പ് സംഘം ചേർന്ന് കൈക്കലാക്കിയതാണെന്നും RDO ഉത്തരവനുസരിച്ച് വഴി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും നാട്ടുകാർ പറയുന്നു. പൊതുവഴി 2014 ചിലർ തങ്ങളുടെ വസ്തുവിൻ്റെ ഭാഗമാക്കി മതിൽ കെട്ടിയിരുന്നതായും നാട്ടുകാർ ആരോപിച്ചു. പുറമ്പോക്ക് ഭൂമി തിരികെ പിടിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ദേവദാസിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരായ വിജയന്റെ മതിൽ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷൻ വളഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റം മാത്രമാണ് ഒഴിപ്പിച്ചതെന്നും അതിന്റെ പേരിൽ കേസ് വന്നാൽ സഹിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ദേവദാസ് വ്യക്തമാക്കി. പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കിവിടെ സ്ഥലമുണ്ട്. 25 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഞങ്ങൾ വാങ്ങിയിട്ട് 35 വർഷമായി. അന്നേരം വലിയ തോടും വരമ്പുമായിരുന്നു. ആ വരമ്പിൽ കൂടിയാണ് ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. മഴയത്ത് നല്ല വെള്ളം വരുന്ന സ്ഥലമാണ്. പക്ഷേ അവർ ഇപ്പോൾ അടുക്കി അതിനെ ഇല്ലാതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കരുതലും കൈത്താങ്ങുവന്നതിൽ മന്ത്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അദാലത്ത് നടത്തിയപ്പോൾ ഞാൻ പരാതി കൊടുത്തിരുന്നു. അങ്ങനെ നടപ്പാത ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർഡറിൻ്റെ കോപ്പി ഇതായിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് താലൂക്ക് തഹസിൽദാർ ഹിയറിംഗ് നടത്തി അതിന് ഇരു കക്ഷികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തിയപ്പോൾ തോടാകുന്ന ഭാഗം അളന്ന് തിട്ടപ്പെടുത്തി നടപടി കൊടുക്കുക എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതും ഞാൻ വിവരാശം വഴി എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത് RDOയ്ക്ക് ഞങ്ങൾ നെടുമങ്ങാട് RDOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എഴുതിയിട്ടുള്ളത് അടിയന്തരമായി പുറമ്പോക്ക് ഒഴിപ്പിച്ച് നടപടി പുനഃസ്ഥാപിക്കുക, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോടെ 15 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. RDOയുടെ റിപ്പോർട്ടിന് പ്രകാരം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഈ റിപ്പോർട്ട് ഞാൻ കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് മുഖേന ഞങ്ങൾക്ക് നടപടി വെട്ടുവാൻ പോലീസ് പ്രൊട്ടക്ഷനോടെ നടപടി വെട്ടുവാനുള്ള അനുമതി തന്നു. ഞങ്ങൾ അങ്ങനെ നടപടി വെട്ടിയായിരുന്നു. അതിന് പ്രകാരം വിളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ ഈ വഴി വെട്ടിയതിന് പ്രകാരം കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും അവിടെ കോൺഗ്രസ് നേതാക്കൾ ചെന്നെന്ന് പറയാണ് വിജയൻ എന്ന വ്യക്തിയുടെ വൻമതിൽ പൊട്ടിക്കുകയാണ് ചെയ്തതെന്ന് ഇന്ന് ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ കാണിച്ചു തരാം. വൻമതിൽ എത്രയുണ്ടെന്നും പറക്കുകല്ല് വെച്ച് തോടിനെ ഇറക്കി അടുക്കിയിരിക്കുന്നു എന്നുള്ള ഈ റിപ്പോർട്ട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വസ്തു പ്രമാണം പരിശോധിക്കുക. 7.25 സെൻറ്റ് പുറമ്പോക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസറെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അടുത്ത താലൂക്ക് സർവേർ വന്ന് ഞങ്ങൾക്ക് ഇവിടെ കുറ്റി വെച്ച് തന്നു. ആ കുറ്റിയെ ഇവർ കോൺഗ്രസിൻ്റെ ബലത്തോടെ പിഴുത് കളയുകയും ഞങ്ങളെ അന്ന് അനുവദിച്ചില്ല. അതിന് പ്രകാരമാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് നടപടി കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾ RDOയുടെ റിപ്പോർട്ടിന് പ്രകാരമാണ് ഞങ്ങളത് പോലീസ് പ്രൊട്ടക്ഷനോടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് അടക്കം ഞങ്ങൾ വെട്ടിയത്. ഞങ്ങൾക്ക് ഈ വഴി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങളുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും അവർക്ക് കേസെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്നാൽ പിന്നെ RDO ആരാണ്? RDOയുടെ പേപ്പറിന് എന്താണ് ഉത്തരവാദിത്വം? RDO ആരാണ്? ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ RDOയുടെ പേപ്പറിന് എന്താണ് വിലയുള്ളത്? ഞങ്ങൾ RDOയുടെ പേപ്പറിനും അടിസ്ഥാനമായാണ് ഞങ്ങൾ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ഞങ്ങൾ വഴി വെട്ടിയത്. എൻ്റെ വീടാണ്. ഞങ്ങളിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിയാണ്. ഈ വഴിയെ 2011 ആയപ്പോഴും വിജയൻ എന്ന വ്യക്തി അടയ്ക്കുകയും ഞങ്ങളത് പോലീസിനെ കൊണ്ടുവന്ന് അത് തുറക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അയാളുടെ ആ അതിര് ഞങ്ങൾ നേരത്തെ കാണിച്ച് ആ അതിരിൽ നിന്ന് 1 മീറ്റർ 1.5 മീറ്റർ കണക്കാക്കി അയാൾ വീണ്ടും താഴോട്ട് ഇറക്കി വെച്ച് ആ തോടിനെ പൂർണ്ണമായി അടച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും 2017 വീണ്ടും കൊണ്ടുവന്ന് പരാതിപ്പെട്ട് അതിൽ നിന്ന് അത് തടഞ്ഞു വെച്ചെങ്കിലും ഇപ്പോഴയാൾക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇതിനെ വീണ്ടും അവർക്ക് പിടിച്ചെടുക്കാനുള്ള ഒരിതാണ്. ഇവിടെ ഇപ്പോഴും വില്ലേജ് ഓഫീസർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ 7.25 സെൻറ്റ് പുറമ്പോക്കുണ്ടെന്നാണ് കണ്ടത്. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴും വൻമതിലിടിച്ചെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മുടെ പഞ്ചായത്ത് RDO വന്ന് നമുക്ക് റിപ്പോർട്ട് തന്നിരുന്നു ഈ വഴി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മളെ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ അനുമതിയോടുകൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ വഴി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ വെട്ടിയത്. അതിന് ഇപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വീണ്ടും അടയ്ക്കാനുള്ള ഇതാണ് അവർ നോക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 3-4 വീടുണ്ട്, കുറച്ച് വളക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ വഴി കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ വഴിയാണ് ഞങ്ങൾ ഇന്നും ഞങ്ങൾ ഉപയോഗിച്ച് വരുന്ന വഴിയാണ്. ഞങ്ങൾക്ക് ഈ വഴി കിട്ടിയേ പറ്റുള്ളൂ. അത് വിളപ്പിശാല പോലീസ് സ്റ്റേഷൻ നടന്ന പ്രശ്നമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. അത് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ളത് വിളപ്പിൽ വില്ലേജ് ഓഫീസറും ബഹുമാനപ്പെട്ട RDOയും സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രൊട്ടക്ഷൻ വരെ ഉപയോഗിച്ചുള്ളത് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ അന്ന് അത് ചെയ്ത് രാത്രി സമയത്തെ സമയം കിട്ടിയുള്ളൂ എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി ഇല്ല എന്ന് ബന്ധപ്പെട്ടവർ തന്നാൽ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു നടവഴി സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതൊരു പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണെന്ന രീതിയിൽ ഞാൻ പോയത് വാസ്തവമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോ റവന്യൂ അധികാരികളോ കേസ് എടുത്തോട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പല വഴികളും സാധ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സാധ്യമാക്കാൻ കഴിയുള്ളൂ. എനിക്ക് അതിനകത്ത് യാതൊരു തർക്കവുമില്ല.